ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹിസ വ്ലോഗ്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചതുരപ്പുളിന്റെ വീഡിയോ ആണ്. ചതുരപ്പുളിക്ക് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇതാണ് എൻ്റെ ചെങ്ങാൻ്റെ വീട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അകത്ത് പോകാം. ഗേറ്റ് തുറക്കടോ. ഗേറ്റ് തുറന്ന് അകത്ത് വന്നിട്ടുണ്ട്. ഇതാട്ടോ അവൻ്റെ വീട്. അടിപൊളി വീടാണ്. ഇതവിടെ ചെടിയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഒട്ടും നോക്കണ്ട, നമുക്ക് ചതുരപ്പുളിൻ്റെ മരത്തിൻ്റെ അടുത്തേക്ക് പോവാം. മരത്തിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. അപ്പം ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ട് അപ്പം എൻ്റെ അനിയൻ കയറിയിട്ടുണ്ട്. ഇതാണ്ടല്ലേ, ഇതാണ് ചതുരപ്പുളീൻ്റെ മരം കേട്ടോ. അത് ഓനൊന്ന് പറിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട്, നമുക്ക് പറിക്കാം. കിട്ടിയിട്ടുണ്ട്. അല്ല പൗത്ത് ഉഷാറായിട്ടുണ്ട് ചതുരപ്പുളി കേട്ടോ. ഈ ചതുരപ്പുളീൻ്റെ മരം ഒന്ന് കാണിച്ചു തരാം. ഇതാ ചതുരപ്പുളിൻ്റെ മരം. ഇതാണ് മരം. നമുക്ക് തിന്നുന്നതൊന്ന് കണ്ടോളി. ഞാനും തിന്നോക്കട്ടെ. ഒന്നും പറയാല, പൊളി. ചെറിയൊരു പുളിയും നല്ലൊരു മധുരം. അടിപൊളി കേട്ടോ. ഇനി നമുക്ക് മൂന്ന് കാണിച്ചാൽ ഇത് ചതുരപ്പുളി മുകളിലാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അതാക്കി നിങ്ങൾക്ക് കാണുക അറിയില്ല കേട്ടോ. ഇനി നമുക്ക് കുറേ പറിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ കുറേ ചതുരപ്പുളി പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഇതാണ് നമ്മൾ ഒടിച്ചു കൊണ്ടുവന്ന ചതുരപ്പുളി. ഇത് വ്യത്യസ്ത ടേസ്റ്റിലുണ്ടാവും. ചിലത് നല്ല പുളിയായിരിക്കും, ചിലത് നല്ല മധുരമായിരിക്കും, ചിലത് നല്ല പുളിയും മധുരം കൂടി ഉള്ളതായിരിക്കും. അപ്പം നമ്മൾ ഉപ്പും മുളക് ഇട്ട് തിന്നാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ വിതറി ഇട്ടെടുക്കുക. ഓക്കെ, നമ്മൾ ഉപ്പ് ഇട്ടെടുക്കുകയാണ്. ഇങ്ങനെ വിതറിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുഴക്കണം. ഇനി ഇത് കുഴച്ചാണ്ട് പിടിപ്പിക്കുക. നമ്മൾ കുഴച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയാണ് തിന്നാണ്ട് കാണിച്ചു കൊടുക്കുക. കണ്ടിട്ട് നോണായിരുന്നു, നമ്മളാണ്ട് കണ്ട് നോണച്ചേക്കി തിന്നായിരിക്കും. ഓക്കെ, നിങ്ങളാണ്ട് കണ്ടേക്ക്. ഒന്നും പറയല്ല, പോളി കിടുക്കാച്ചി. അധിക സ്ഥലങ്ങളിലും കണ്ടുവരുന്നൊരു ഫ്രൂട്ടാണ് ഈ ചതുരപ്പുളി. പക്ഷേ അധികം ആൾക്കാർക്കും അറിയൂല കേട്ടോ ഇത് എന്തിനൊക്കെ പറ്റും, എന്തൊക്കെ ഉപയോഗിക്കും, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കിഡ്നി പേഷ്യൻ്റ് അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെ ഐറ്റംസ് തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ കോർണറിലുള്ള പച്ച പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുവിൽ കുരു എല്ലാം കളഞ്ഞ് ഒരു നൂല് പോലെ ഉണ്ട്, അതൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇടാണ്. നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നല്ല പഴുത്ത നക്ഷത്രപ്പഴം എടുക്കണേ. നക്ഷത്രപ്പഴം സ്റ്റാർ ഫ്രൂട്ട് തന്നെ, ചതുരപ്പുളി തന്നെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. നല്ല പഴുത്ത് എടുക്കണം ജ്യൂസ് അടിക്കാൻ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് നല്ല ഐസ് ക്യൂബൊക്കെ ചേർത്തിട്ട് കുടിക്കുക. നല്ല ടേസ്റ്റ്, പൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അത് അരിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കിടിലൻ ജ്യൂസാണ്. ഇതിലേക്ക് നമുക്ക് പാലോ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഒരാൾ ടേസ്റ്റ് നോക്കുന്നുണ്ട്. അയാളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം. അയാൾ കുടിച്ച് കഴിയട്ടെ. എനിക്ക് പറയാനൊന്നും നേരമില്ല, ഇത് കുടിച്ചതിൻ്റെ എല്ലാം പറയാം. പുളിയൊന്നും ഇല്ല കേട്ടോ, നല്ല മധുരമാണ്. പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റം തയ്യാറാക്കാൻ പോവാണ്. നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ചൂടുവെള്ളമാണ്. ഇതിലേക്ക് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കല്ലുപ്പ് നലിയുന്ന വരെ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുളകില്ലേ, ചീരാമുളകോ കാന്താരി എന്താ മുളകുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക.
പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സ്റ്റാർ ഫ്രൂട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പിലിടാൻ ഇത്രയ്ക്ക് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വെക്കാം. നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്കൊരു അടുത്ത ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചതുരപ്പുളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പ്, പച്ചമുളക്, കായം ഇതെല്ലാം കൂടി എടുത്ത് വെച്ചതാണ്. ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് പാന് ചൂടാക്കുക. എന്നിട്ട് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് അച്ചാറാണ്. പിന്നെ നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക. പിന്നെ കായം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്കിടുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചതുരപ്പുളിയുടെ പീസും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഞാൻ ഇവിടെ പഴുത്തിട്ടുള്ള ചതുരപ്പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ നല്ല ചെറിയൊരു മധുരം കൂടി ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സുർക്കയും കൂടി ചേർത്തെടുക്കുക. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.